ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ ചവിട്ടിയിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ശ്രദ്ധയിൽപ്പെട്ടു. നോക്കുമ്പോൾ അത് ഒരു വിവാഹ ക്ഷണക്കത്താണ്. അതിൻ്റെ തുടക്കത്തിൽ ഇതാ കണ്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ എഴുതാൻ പാടുണ്ടോ? എന്താണ് കുഴപ്പം എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണ്, ഒരു വചനമാണ്. ഖുർആൻ പൂർണ്ണമായും ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. അതിലെ ഓരോ ആയത്തുകളും ആദരിക്കപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള കാർഡുകളിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചേർത്ത് വയ്ക്കുമ്പോൾ, അത് അറബി ഭാഷയിൽ കൂടിയാകുമ്പോൾ അതിൽ ഒന്നുമില്ലാതെ സ്പർശിക്കാനിട വരും. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പറയുന്നുണ്ട്, ഒന്നുമില്ലാതെ, ശുദ്ധിയില്ലാതെ പരിശുദ്ധ ഖുർആനിൽ സ്പർശിക്കരുതെന്ന്. ഈ കാർഡ് എടുക്കുന്നത് പോലെയല്ല, അതിൽ എഴുതിയിരിക്കുന്ന ആ വചനത്തിൽ ഒന്നുമില്ലാതെ സ്പർശിക്കാൻ പാടില്ല. ആദരിക്കപ്പെടാത്ത പല സ്ഥലങ്ങളിലും ഈ കാർഡുകൾ എത്തിയെന്ന് വരാം. ഖുർആനെ ആദരിക്കുന്നവരുടെയും അനാദരിക്കുന്നവരുടെയും വീടുകളിൽ ഈ കാർഡ് ചെന്നു എന്ന് വരാം. ഒന്നുമില്ലാത്തവരും അശുദ്ധിയുള്ളവരും ആ വചനത്തിൽ സ്പർശിച്ചു എന്ന് വരാം. ഈ കാർഡ് വിവാഹക്ഷണവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് നാം കൈമാറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക, അതാണ് സൂക്ഷ്മത.